നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള ട്രഡീഷണൽ മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ വേഗം തന്നെ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. കടുക്, ഇച്ചിരി ശർക്കര, ഒരു അരമുറി തേങ്ങ, ഇച്ചിരി ജീരകം, കുറച്ച് കറിവേപ്പില. ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ തൈരാണ്. പിന്നെ ഒരു 4 പച്ചമുളക്, കുറച്ച് ഉണക്കമുളക്, ഇച്ചിരി ചില്ലി പൗഡർ, ടേമറിക് പൗഡർ, ഉപ്പ്, എണ്ണ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുകയെന്ന് നോക്കാം. മാമ്പഴ പുളിശ്ശേരി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മാങ്ങ തോല് എടുത്തിട്ട് ഇടാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചമുളകില്ലേ, അതിൽ ഒരെണ്ണം ഞാൻ ഇതിലിട്ട് വേവിക്കുകയാണ്. ബാക്കി 3 എണ്ണം തേങ്ങയുടെ കൂടെ അരയ്ക്കാനായിട്ടാണ്. കുറച്ച് ഉപ്പ്, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂൺ മുളക് പൊടി, വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നല്ലോണം മാങ്ങ നല്ലോണം വേകണം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ മാങ്ങ ഒന്ന് വെന്ത് വരുന്നതിനുള്ളിൽ നമ്മൾ അരച്ചെടുത്തിട്ട് വരാം. അപ്പം തേങ്ങയിലോട്ട് എടുത്തു വെച്ച ജീരകം, 3 പച്ചമുളക്, ഇത് 3 ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവരാം. അപ്പം നമ്മുടെ മാങ്ങ നല്ലോണം വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. ഈ ഒരു സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും പച്ചമുളകും ജീരകവും ഒക്കെ അരച്ച് വെച്ചത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് ഇളക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ തേങ്ങയുടെ പച്ചമണം പോയി അത് നല്ലോണം ഒന്ന് മിക്സ് ആകണം. മാങ്ങയും മരപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകണം. അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു 5 മിനിറ്റ് ആണ് അടച്ചു വെച്ച് വേവിക്കാൻ പോകുന്നത്. ഇത് നല്ലോണം കുക്കാകണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. എന്താണെന്ന് വെച്ചാൽ അതിന് ശേഷം നമ്മൾ തൈര് ഒഴിക്കണം. തൈര് ഒഴിച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അരപ്പും മാങ്ങയും എല്ലാം നല്ലോണം വെന്ത് ഉടഞ്ഞ് നല്ലോണം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തിരിച്ചും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേശ്ശെ ആയിട്ട് എടുത്തു വെച്ച തൈര് ചേർക്കുക. അപ്പോൾ തൈര് ചേർക്കുന്നതിന് മുമ്പ് തൈര് നല്ലോണം ഒന്ന് ഒരു സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് അടിച്ച് മിക്സ് ആക്കണം. എന്നിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ഇത് തൈര് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലായിരിക്കണം, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. കുറവാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാങ്ങാപ്പുളിശ്ശേരി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. നിറയെ പേര് ശരിക്കും പറഞ്ഞാൽ മാങ്ങ വേവിക്കുമ്പോൾ തന്നെ ശർക്കര ചേർക്കും. പക്ഷെ ഇവിടെ ഞാൻ ഒന്ന് കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷമാണ് ശർക്കര ചേർക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ എടുത്തിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. സോ ചൂടായ എണ്ണയിലോട്ട് ഫസ്റ്റ് കടുക് ഇടുക. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വറ്റൽ മുളക് ഇടുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി. ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഓൾറെഡി നമ്മുടെ മാമ്പഴ പുളിശ്ശേരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ കടുക് വറുത്തത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മാമ്പഴക്കാലത്ത് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ചെയ്തില്ലെങ്കിൽ അത് ശരിക്കും ഒരു നഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം.